ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിലേക്ക് മുൻപ് കേരള PSC മുഖാന്തരം റിക്രൂട്ട്മെൻറ്റുകൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 2ഓളം നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ട് ലിസ്റ്റ് PSC റിലീസ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വന്നിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 701/2021 ആണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഫിസിക്കൽ മെഷർമെൻറ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി എലിജിബിൾ ആണ്. ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിലേക്ക് SC ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ക്ഷണിച്ച ഒരു റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു ഇത്. മുൻപ് ക്ഷണിച്ചതാണ്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്കുള്ളതായിരുന്നു ഈ വിജ്ഞാപനം എന്ന് പറയുന്നത്. ഇതിൻ്റെ OMR എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് 29/11/2023 നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇത്രയധികം പേരാണ്. ഇതിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ, അതായത് ഈ ഒരു സ്ക്രീനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് എലിജിബിൾ ആണ്. ഇവിടെ കാണാൻ സാധിക്കും 27 ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ലിസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 704/2021 ആണ്. ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും അടുത്തതായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി, അതുപോലെ തന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത്. ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിലേക്ക് OBC ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ക്ഷണിച്ചിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ OMR ടെസ്റ്റ് നടന്നിട്ടുള്ളത് 29/11/2023 തന്നെയാണ്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം 7ഓളം ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടലി 7 ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സ്ക്രീനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ എക്സാം എഴുതിയിട്ട് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആണ്. അടുത്ത ഘട്ടത്തിലേക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. 7 ഉദ്യോഗാർത്ഥികളാണ് നിലവിൽ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സോ മാക്സിമം ഈ ഒരു എക്സാം എഴുതിയവരെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.